62 സീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം പാർട്ടിയിലുണ്ടോ? 62 സീറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊരു തീരുമാനം ഉണ്ടോ ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അത് അങ്ങനെ എണ്ണിയിട്ടില്ലേ? ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ്. അത് വരുന്നേ ഉള്ളൂ. ഒരു വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ കം ഔട്ട്. സ്ഥാനാർത്ഥികളും ഏതാണ്ട് ധാരണയായിട്ടുണ്ടോ? അപ്പോൾ സ്ഥാനാർത്ഥികളെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി ചർച്ച ചെയ്യും. നിങ്ങൾക്കറിയാലോ കോൺഗ്രസിന്റെ നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റ JPC പ്രസിഡന്റാണോ സ്ഥാനാർത്ഥി നിശ്ചയിക്കുക? അല്ലല്ലോ, അതിന് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയെ നിശ്ചയിക്കുക സ്ഥാനാർത്ഥിയെ. പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വാശിയോടെ പിടിച്ചിരിക്കാൻ താനില്ലാന്നാണ്. ഒരു താല്പര്യവും അതിന് എനിക്ക് ആവശ്യമില്ല. അതിന്റെ പുറകെ ഞാൻ ഇല്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPC പ്രസിഡന്റായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ? ആ, അപ്പൊ അതൊന്ന് പത്രത്തിൽ എഴുതിയാട്ടെ. ഈ സംയുക്ത വാർത്താ സമ്മേളനം അടുത്ത ദിവസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഈ സംയുക്ത വാർത്താ സമ്മേളനം ഇനി അടുത്തൊരു ദിവസം ഉണ്ടാവാനുള്ള സാധ്യത? ഏത് സംയുക്ത വാർത്ത? അല്ല, അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വടക്കേരിക്കേണ്ട മീറ്റിംഗ് ആണ്. ആരെ മാറ്റാനാ ഉദ്ദേശിക്കുന്നു? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല. അതിന്റെ ന്യായാന്യായതകൾ നോക്കി യുക്തമായ തീരുമാനം, വ്യക്തിസഹമായ തീരുമാനം AICCക്ക് എടുക്കാം. ഈ KPCC പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ട സാഹചര്യമുണ്ട്? അങ്ങനെയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് UDFന്റെ നേതാവാണ്. കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ്. അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് കെ സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല. സതീശൻ മാറുമ്പോൾ കെ സുധാകരൻ മാറണം ഇല്ല. അതായത് രണ്ട് സെപ്പറേറ്റ് ആണ്. കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ കേസ് ഒരു മുഖ്യ നേതൃത്വത്തിൽ നിന്നിട്ട് അതിനെ നയിക്കാനുണ്ടാവും. പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല. മത്സരം വേറെ, നയിക്കൽ വേറെ. എനിക്ക് താല്പര്യമില്ല. പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടിയെ അനുസരിക്കണ്ടേ? അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഈ നേതാക്കൾക്കിടയിലെ പ്രശ്നം കാരണമാണ് ദീപദാസ് മുൻഷിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകളെ കണ്ട് ചർച്ച നടത്തേണ്ടി വരുന്നതൊക്കെയുള്ള ദീപദാസ് മുൻഷിക്ക് ഓരോ നേതാക്കളെ സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ട് ചർച്ച നടത്തേണ്ടി വരുന്നൊരു അഭിപ്രായം വരുന്നത് പാർട്ടിക്കിടയിൽ തന്നെ. എന്തുകൊണ്ട്? ഐക്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവൊന്നുമില്ല. മാഡം നമ്മുടെ ഒരു നല്ല ഒരു പ്രവർത്തന നിരതിയായ ഒരു വനിതയാണ്. അവരുടെ പ്രവർത്തനത്തെയെല്ലാം ഞങ്ങൾ ശ്ലാഘിക്കുന്നു. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കും. പുന്നൂരിലെ ഒരു CPM പ്രവർത്തകൻ സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ ആ CPM പ്രവർത്തകർ തന്നെയാണ് സലീമിനെ കൊലപ്പെടുത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോ ആരോപിച്ചിട്ടുണ്ട്. അതെ, അതിനകത്ത് അദ്ദേഹം അതിന്റെ തെളിവും പറഞ്ഞിട്ടുണ്ട്. അതെ, CPM ആണെന്നുള്ള തെളിവുണ്ട്. ഫസൽ വധക്കേസ് അത് അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കട്ടെ. ഒരു പുനരന്വേഷണം അക്കാര്യത്തിൽ വേണോ? നിശ്ചയമായിട്ടും വേണം. സ്വന്തം ബാപ്പയാണ് പറയുന്നത്. ഒരു മകന്റെ മരണത്തെക്കുറിച്ച് സ്വന്തം ഉപ്പ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ആക്ഷേപമാണ് അന്വേഷിക്കണം? നിശ്ചയമായി. KPCC അധ്യക്ഷൻ K സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.